പേരെന്താ? അമൽ. ഇപ്പോൾ നമുക്ക് വിക്ടോറിക്സിൻ്റെ ഒത്തിരി വിക്ടോറിക്സിൽ നമുക്ക് സോണി, നിക്കോൺ, ഫ്യൂജി, പാനസോണിക് ഈ മൗണ്ടുകൾക്ക് ലെൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. സോ ഇപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി തൊട്ട് നമുക്ക് ഫ്ലാഗ്ഷിപ്പ് മോഡലായ പ്രീമിയം ലെൻസുകൾ വരെ നമുക്ക് വിൽട്രോക്സ് വരുന്നുണ്ട്. വിൽട്രോക്സിൽ അതുപോലെ അഡാപ്റ്റേഴ്സ് വരുന്നുണ്ട്, മോണിറ്റേഴ്സ് വരുന്നുണ്ട്, ഫ്ലാഷസ് വരുന്നുണ്ട്. സോ ഒരുപാട് സെഗ്മെന്റ്സ് ഇത് വരുമ്പോഴത്തേക്കും PL3 ആണ്. നമ്മുടെ സിനിമ ലെൻസുകൾ നിക്കോണിൻ്റെ ZR ലെൻസ്, പുതിയ ക്യാമറ ZR ലെൻസിന് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള PL3 ലെൻസുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള അഡാപ്റ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ബഡ്ജറ്റ് ഒരു അറൗണ്ട് ഒരു 20,000 രൂപ അടുത്ത് വരും. അഡാപ്റ്ററാണ്, ലെൻസ് അല്ല, അഡാപ്റ്ററാണ്. സോ ഇത് 85mm ആണ്, F2 ആണ്, എവോലി സീരീസ് ആണ്. സോ ആക്ച്വലി ഇതിൻ്റെ പ്രശ്നം ഗുഡ് ക്വാളിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ ബട്ടൺ, അപ്പർച്ചർ റിംഗ്. സോ ബഡ്ജറ്റ് ബൈ ഒരു 35 രൂപ റേഞ്ചിൽ ഫംഗ്ഷൻ ബട്ടണും അപ്പർച്ചർ റിംഗും വെതർ സീൽഡ് ആയിട്ടുള്ള ലെൻസ് ഇല്ല നമുക്ക്. സോ ക്വാളിറ്റി വൈസ് എഡ്ജ് ടു എഡ്ജ് ഷാർപ്പനിങ് ആയിരിക്കും. അകത്ത് തന്നെ സൂം ഔട്ട് സൂം ഇല്ല, ഫിക്സഡ് ലെൻസുകളാണ്, ബ്ലോക്ക് ലെൻസുകളാണല്ല. ഇതിന് എത്ര പ്രൈസ്? എത്ര? 35. അടുത്ത ഇത് 55mm ആണ്. സോണിയിലും വരുന്നുണ്ട് 55mm 1.8. സോ അതുപോലെ സോണിക്കും നിക്കോണിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് 55mm 1.8. സെയിം വെതർ സീൽഡ് എഡ്ജ് ടു എഡ്ജ് ഷാർപ്പനിങ്, ഡസ്റ്റ് പ്രൂഫാണ്. ഇത് നമുക്ക് നിക്കോണിൻ്റെ അകത്ത് യൂസ് ചെയ്യും. സോ ഇതിപ്പോൾ സോണിയുടെ ഡെമോ ലെൻസ് ആണ് എൻ്റെ ഇരിക്കുന്നത്. പക്ഷേ നമുക്ക് നിക്കോണും വരുന്നുണ്ട്. അതെ. ഇതിനെത്ര പ്രൈസ്? അതും ഒരു 40 താഴെ. അതെ. ഇത് നമ്മുടെ ഏറ്റവും കൂടുതൽ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫീസ് യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് 85mm 1.4. കമ്പാരിറ്റീവ്ലി മറ്റ് ബ്രാൻഡുകൾ സിഗ്മ, സോണി കമ്പാരിറ്റീവ്ലി ചെക്ക് നോക്കുമ്പോഴത്തേക്കും പ്രൈസ് 53,000 വരുന്നുള്ളൂ. സോണിയുടെ അല്ലെങ്കിൽ സിഗ്മയുടെ എടുത്ത് നോക്കുമ്പോൾ 1 lakhന് മേലെ വരുന്നുണ്ട്. സിഗ്മയുടെ ആണെങ്കിൽ ഒരു 79 റേഞ്ച് വരുന്നുണ്ട്. സോ നമുക്ക് ബഡ്ജറ്റ് ബൈയിൽ 85mm 1.4 യൂസ് ചെയ്യാൻ പറ്റും. 11 ബ്ലേഡ്സ് അപ്പർച്ചറിൽ. പ്രോ സീരീസ് ആണ്. പ്രോ സീരീസ്. സോ ഇത് ലാബ് സീരീസ് ആണ്. ഇത് നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. 135mm 1.8 ഇസണ്ണുണ്ട്, സോണിയിലും വരുന്നുണ്ട്. സോ ഇതിൽ നിന്ന് ഡിസ്പ്ലേയും കാര്യങ്ങളുണ്ടാവും. ഫംഗ്ഷൻ ബട്ടൺ ഉണ്ട്, അപ്പർച്ചർ റിംഗ് ഉണ്ട്, ക്ലിക്ക് ബട്ടൺ ഉണ്ട്. സോ വെയിറ്റ് ഉണ്ട് കുറച്ച്. ബട്ട് 135 കാറ്റഗറിയിൽ വരുമ്പോഴത്തേക്ക് ഈ വെയിറ്റ് ഉണ്ടാവില്ല ലെൻസിന്. ഇതൊരു 82,000 വരും. ഇതും 35 ആണ്, 1.2 കാറ്റഗറിയാണ്. 35 1.2 എല്ലാം ക്യാമറ, എല്ലാ ലെൻസുകൾക്കും എല്ലാ ബ്രാൻഡിലും വരുന്നില്ല 1.2 ഓപ്പണിങ്. സോ ഇത് വരുമ്പോഴത്തേക്ക് ഒരു 87 സംതിങ് ബഡ്ജറ്റ് വരും. 87,000. അതെ. സെയിം ഫംഗ്ഷൻ ബട്ടണും കാര്യങ്ങളും, 2 ഫംഗ്ഷൻ ബട്ടൺ ഉണ്ട്. നമുക്ക് ക്യാമറയിലെ ഒരു സെറ്റിങ്സ് നമുക്ക് ലെൻസിൽ അസൈൻ ചെയ്യാൻ പറ്റും. 35 വൈഡാണ്, വൈഡ് ലെൻസ്. എല്ലാം ബ്ലോക്ക് ലെൻസുകളാണ്, വൈഡ് ലെൻസാണ്. ഡിസ്പ്ലേയും കാര്യങ്ങളുണ്ട്. നമുക്ക് വീഡിയോയ്ക്കാണ് മെയിനായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. സോ ഇത് നമ്മൾ ഫ്യൂജിയുടെ APS ലെൻസുകളാണ്. 56-25 1.7 ആണ്. നമുക്ക് APS കാറ്റഗറി ലെൻസുകൾ വരുന്നുണ്ട്. സോ ഇത് എയർ സീരീസ് കാറ്റഗറിയാണ്. എയർ സീരീസ് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, ബഡ്ജറ്റ് ബൈ ആയിരിക്കും. ദെൻ എവോ സീരീസ് വരുന്നുണ്ട്, വെതർ സീരീസ് ഡസ്റ്റ് പ്രൂഫ് ആയിട്ട് കാര്യങ്ങൾ വന്നു. അത് കുറച്ചും കൂടി ഒരു 40,000 റേഞ്ചിലേക്ക് വരും. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നതാണ് പ്രോ സീരീസ്. പ്രോ സീരീസ് നമുക്കൊരു 53-60 റേഞ്ചിൽ വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന കാറ്റഗറി വീഡിയോ, സ്റ്റിൽ വീഡിയോ എല്ലാം നമുക്ക് എടുക്കാം. എല്ലാം ഷൂട്ട് ചെയ്യാൻ നമുക്ക് ഓട്ടോ ഫോക്കസ് ലെൻസുകളാണ്. സോ ഇത് വൈഡ് ലെൻസാണ്, 14mm F4 ലെൻസാണ്. ഫുൾ ഫ്രെയിമിൽ മാക്സിമം വൈഡ് വിൽട്രോക്സിൽ വരുന്ന 14mm ആണ്. സോ F4 ലെൻസാണ്. അറൗണ്ട് ബഡ്ജറ്റ് ഒരു 20-21%. ഇത് 50mm 2.0. ഇതെല്ലാം നമ്മൾക്ക് മൗണ്ടുകൾ സോണി, നിക്കോൺ, ഫ്യൂജി, പാനസോണിക്കുകൾ എല്ലാത്തിനും വരുന്നുണ്ട്. ഒരു പെട്ടെന്ന് ക്യാമറ എടുക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് മേടിക്കാൻ ബഡ്ജറ്റ് ബൈയിൽ മേടിക്കാൻ പറ്റും. ക്യാമറ ഹൈ എമൗണ്ട് ആണ്, അത്രയും ലെൻസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ്ടെങ്കിൽ നമുക്ക് ഈ ലെൻസുകൾ യൂസ് ചെയ്യാം. ഇത് ഉപയോഗിച്ചിട്ട് പിന്നെ ഭാവിയിൽ വേറെ അതെ ഈ ലെൻസുകൾ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും തേർഡ് പാർട്ടി ലെൻസ് യൂസ് ചെയ്യുന്നത് 2 വർഷം 3 വർഷം മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കണത്. ബട്ട് അതിൽ കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ലെൻസുകൾ. വാറണ്ടി എങ്ങനെയാണ്? വാറണ്ടി 1 year ആണ്. അത് എയർ സീരീസ് 1 year ആണ്. പ്രോ സീരീസ് വരുമ്പോൾ 2 year വാറണ്ടി വരുന്നുണ്ട്. ഫ്ലാഗ്ഷിപ്പ് മോഡൽ വരുമ്പോൾ ലാബ് സീരീസ് വരുമ്പോൾ 2 year വാറണ്ടി ആണ്. ഫ്ലാഷാണ്, വിൻറ്റേജ് എന്ന് പറഞ്ഞ ഫ്ലാഷാണ്. ഇതാണ് ഫ്ലാഷ്, മാനുവൽ ഫ്ലാഷാണ്. നമ്മളെ നോർമലി നമ്മൾ പണ്ട് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ TTL ഫ്ലാഷുകൾ കുറേ വരുന്നുണ്ട്. പണ്ടത്തെ വിൻറ്റേജ് ഫ്ലാഷിൻ്റെ ഒരു സ്റ്റൈലിൽ ഇറക്കിയേക്കാണ്. Type-C ചാർജിങ് ആണ്, ഇൻബിൽറ്റ് ബാറ്ററി ആണ്. നമുക്ക് വൺസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 250 ഷട്ടർ അടിക്കാൻ പറ്റും, 250 ഫോട്ടോ എടുക്കാൻ പറ്റും. എത്ര പ്രൈസ്? 4,500.